നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 3 പാഷൻ ഫ്രൂട്ടാണ്. ആദ്യമായിട്ട് നമ്മൾ പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സീഡ്സും അതിൻ്റെ ഫ്രൂട്ടും എടുക്കണം. തൊണ്ട് നമ്മൾ യൂസ് ചെയ്യില്ല. ഒരു സ്പൂണ് വെച്ചിട്ട് അത് ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇത് കുറച്ചുകൂടെ നന്നായി പഴുത്തിട്ടുണ്ട്. അതോടെ ഒരു നല്ല യെല്ലോ കളറുണ്ട്. ഇതോടെ വീട്ടിലുണ്ടായ പാഷൻ ഫ്രൂട്ടാണ്. അങ്ങനെ നമ്മളുടെ പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇതിൽ വൈറ്റ് കളറിലെ സംഭവം ഒന്നും ആവശ്യമില്ല. അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം ഇതിൽ നിന്ന്. അപ്പോൾ 3 പാഷൻ ഫ്രൂട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് ആദ്യമായിട്ട് പാഷൻ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഫ്രൂട്ട് ഇട്ട് കൊടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് നന്നായി അടിഞ്ഞിട്ടുണ്ട്, നല്ല പതഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. അടുത്തതായിട്ട് നമ്മളിവിടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ് പോലെ ഫിൽറ്റർ വെച്ച് കൊടുക്കുക. then അതിലേക്ക് നമ്മളുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്കിവിടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഒരു ഗ്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ കുറച്ച് സീഡ്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് ആക്കുന്നതിന് മുമ്പ്. അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ടോപ്പിൽ ജസ്റ്റ് ഇട്ട് കൊടുക്കാം.